ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ ഈവനിങ്. ഇന്ന് വൈകുന്നേരം കുറച്ചധികം പണികൾ തീർക്കാനുള്ളതുകൊണ്ടും നാളെ രാവിലെ അധികം പരിപാടികളില്ലാത്തതുകൊണ്ടും ഇത് ഒരു തേഴ്സ്ഡേ ഈവനിങ് ടു ഫ്രൈഡേ മോർണിംഗ് വ്ളോഗായിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. കുറച്ച് ചിക്കൻ മമ്മിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ മമ്മി മാരിനേറ്റ് ചെയ്തത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറിയാക്കാനായിട്ട് ഞാൻ ചെറിയ പീസസ് ആക്കുവാണ്. അവിടെ ബിരിയാണിക്കായിട്ട് വലിയ പീസസ് ആക്കി വെച്ചിരുന്ന ചിക്കനാണ്. അങ്ങനെ അതൊക്കെ അതേ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഇനി കറി വെക്കണം. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസും രാത്രി തന്നെ ചെയ്തു വയ്ക്കുവാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒട്ടും സമയമില്ല. FBയിൽ ജിൻഡോ എന്ന് പറഞ്ഞ ചേട്ടനാണെന്ന് തോന്നുന്നു എന്നോട് ടൈം മാനേജ്മെൻറ്റ് അടിപൊളിയാണ് എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാനേജ് ചെയ്യാൻ പോലും എൻ്റെ കയ്യിൽ കുറച്ച് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ നാളത്തേക്കുള്ള ഫ്രൈഡ് റൈസിൻ്റെ റൈസും ചിക്കൻ കറിയും ഇപ്പോൾ വെച്ച് വയ്ക്കുവാണ്. അപ്പോൾ നാളെ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ നെബുലൈസേഷൻ, ഇപ്പം ഇന്ന് രാത്രി പോകണം, ബെൻസിയറിലോട്ട് പോകണം ചെയ്യാനായിട്ട്. നാളെ രാവിലെയും നിലുവിനെയും കൊണ്ട് ബെൻസിയറിലോട്ട് പോകണം O2 നെബുലൈസ് ചെയ്യാനായിട്ട്. ഇതിന് പോയി കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയിൽ ഒരുപാട് ആളുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ അത്ര പ്രയോറിറ്റി കേസല്ലല്ലോ. O2ൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇരിക്കുകയും വേണമല്ലോ. അങ്ങനെ താമസിക്കും. പിന്നെ അതുമല്ല, നിലു ഇതിന് സമ്മതിക്കത്തില്ല, കരഞ്ഞ് ബഹളം വയ്ക്കും. അപ്പോൾ വീണ്ടും താമസിക്കും. ഒരു 1.5 മണിക്കൂർ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് എനിക്ക് പോകും. അപ്പോൾ ഇനി ആകെ ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ വൈകുന്നേരത്ത് ചെയ്യുന്നതാണ്. കാരണം സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് 3 മണിക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇപ്പം അമ്മ പിരിവിന് പോകുന്നതുകൊണ്ട് ആ ഉറക്കം നടക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഉറക്കം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ രാവിലെ ഉറങ്ങി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാനെടുത്തു. ഫ്രൈ ചെയ്തിട്ട് കറി വയ്ക്കുവാണ് കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് നിറച്ച് കൈമാരി ഫ്രൈഡ് റൈസ് വെക്കാനായിട്ട് ആ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വല്ലാണ്ട് ഉറങ്ങുന്നു, ഉറക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 വയസ്സോ അല്ലെങ്കിൽ 9 മാസമൊക്കെ ഉള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ വൈഫിനോടോ പെങ്ങളോടോ ഒക്കെ ചോദിച്ചാൽ മതി. ഉറക്കം തീരെ ശരിയായില്ലെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു സോംബീനെ പോലെയാണ് തോന്നുന്നത്. ഈ കണ്ണൊക്കെ കുഴിഞ്ഞില്ലാണ്ടായി കറുത്ത്. അതുകൊണ്ട് മൊത്തത്തിൽ ഇനി അങ്ങോട്ട് ഒരു റീഷെഡ്യൂളിൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ഇത്ര പെട്ടെന്ന് പേടിച്ച് നിലുവിനെ മാറ്റുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ പുള്ളി എന്ന് പറഞ്ഞിരുന്നില്ലേ, എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ വീഡിയോയിലൊക്കെ ചെയ്യുന്ന പോലെ നിലുവിനെ ഒക്കത്തിരുത്തിയിട്ട് കട്ടൻ ചായ ഇടാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പാനിൻ്റെ കൈ ഇങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ കാല് പെട്ടെന്ന് അതിൽ തട്ടി പാൻ മൊത്തത്തിലിങ്ങ് മറിഞ്ഞു. അപ്പോൾ എനിക്ക് നമ്മുടെ വയറിൻ്റെ ഏരിയയാണ് പൊള്ളിയത്. ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്ക് നല്ലപോലെ നീറുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി വെള്ളമൊക്കെ എടുത്തിട്ടിട്ട് പുറത്ത് മറ്റേ ടീ ബാഗും പേസ്റ്റും എൻ്റെ കയ്യിൽ കിട്ടിയ സകല സാധനവും തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ പുകച്ചിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പക്ഷേ പിന്നെ നോക്കിയപ്പോഴാണ് അവിടെ കുറേ ബ്ലാക്ക് പാച്ചസ് ഉണ്ട്. അപ്പോൾ ആ സ്കിന്ന് മൊത്തം ഇനി ഉരിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഈ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. നിലുവിൻ്റെ കയ്യിലും ചെറിയൊരു പാടുണ്ട്. അതിൻ്റെതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ പാട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തും ഞാൻ കണ്ടില്ല. കാരണം അത്ര വിസിബിളായിട്ട് ആ പാട് വന്നിട്ടില്ലായിരുന്നു. ഇത് പിന്നീടാണ് ആ പാട് ഞാൻ കാണുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണുന്ന ടൈമിൽ ഞാനത് വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടാണ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വീഡിയോസിൽ എനിക്ക് പറ്റിയില്ല എല്ലാം ചെയ്യാനായിട്ട്. ഓഡിയോ ആഡ് ചെയ്ത് കറക്റ്റ് ടൈമിലൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെയായിരുന്നു റീസൺ. അപ്പോൾ ഞാൻ ഇനി ചിക്കൻ കറിക്കായിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതിനി ചതയ്ക്കാൻ വയ്യ, അതുകൊണ്ട് ചെറിയ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 2 സവാളയും 1.5 തക്കാളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു ചതച്ചത് ഏതാണ്ട് ഒരു ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂണോളം എടുക്കാം. ഫ്രൈഡ് റൈസിലിടാനായിട്ട് പച്ചക്കറി തപ്പിച്ചെന്നപ്പോൾ അതിൽ ബീൻസ് ഇല്ല, അമരം പയറേ ഉള്ളൂ. പിന്നെ അത് ചെറുതായിട്ട് അരിഞ്ഞാൽ ബീൻസിൻ്റെ അതേ രുചി കിട്ടിക്കോളും. അതുകൊണ്ട് അമരം പയറും അരിഞ്ഞു, പിന്നെ ഉണ്ടായിരുന്ന ക്യാരറ്റും അരിഞ്ഞു. നെയ്യും ബട്ടറും എല്ലാം കഴിഞ്ഞിരിക്കുക. ഇത് രണ്ടും ഇല്ലാണ്ട് വേണം ഫ്രൈഡ് റൈസ് തട്ടിക്കൂട്ടാൻ. പിന്നെ ഉള്ളതാവട്ടെ എങ്ങനെയെങ്കിലും ചെയ്ത് വയ്ക്കാമെന്ന് കരുതി. ഇത് മമ്മിയുടെ ബർത്ത്ഡേ കേക്കിൻ്റെ ബാക്കിയാണ് കേട്ടോ. അവർ മേടിച്ചതിൽ ഒരു കേക്ക് കാറിൽ വെച്ചൊന്ന് ചരിഞ്ഞിരുന്നു. പിന്നെ ആൾക്കാർ വീണ്ടും കേക്ക് മേടിച്ചു. അങ്ങനെ ഒരു കേക്ക് വീണ്ടും എക്സ്ട്രാ ആയി. അല്ലെങ്കിലും ഞങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ടൊരു കേക്ക് മേടിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ടീച്ചേഴ്സിന് നമ്മൾ പീസസ് ആയിട്ടല്ലേ കൊണ്ടുവരുന്നത്. അങ്ങനെ എടുത്തതിൻ്റെ ബാക്കിയാണ് ഈ കേക്ക്. കുക്കുവിന് വിശക്കുന്നു എന്നും പറഞ്ഞ് വന്നു. കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ട് അവിടെ വെളിയിൽ കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുക്കുവിനും നിലുവിന് ഈ ശ്വാസം മുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ പേസ്ട്രി ആ ക്രീം സംഭവങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് കേക്ക് മാത്രം പറ്റുന്ന രീതിയിലെടുത്ത് ഒരു ബൗളിലാക്കി കൊടുത്തു. അങ്ങനെ 2 പേരും പോയി കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ജോലിയും തീർക്കാമല്ലോ. ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഞാൻ എടുത്ത് തിരിച്ചിട്ടിരുന്നു. ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വേണം ചിക്കൻ കറി വെക്കാനായിട്ട്. അതുകൊണ്ട് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് മാറ്റി.
അത് പ്ലാസ്റ്റിക് അല്ലേ, ചൂട് ചിക്കൻ ഇടുന്നത് അങ്ങനെ വിചാരിക്കേണ്ട. അത് മൈക്രോവേവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് അത്യാവശ്യം ചൂടൊക്കെ താങ്ങിക്കൊള്ളും. ചിക്കൻ ഞാൻ അതിലേക്ക് മാറ്റിയിട്ട് ഇനി ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ സവാള ബ്രൗൺ ആക്കി എടുക്കലാണ്. അപ്പോൾ ഞാൻ ആദ്യം എണ്ണയിലേക്ക് കടുകോ മുഴുവൻ മസാലകളോ ഒന്നും ഇടുന്നില്ല, സവാളയാണ് ഇട്ട് കൊടുത്തത്. ഇത് നല്ല രീതിയിൽ ബ്രൗൺ ആയി കഴിയുമ്പോൾ ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തേഴ്സ്ഡേ നൈറ്റാണ്, ഒക്ടോബർ 3 ആണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചോറ് വെച്ചിട്ടില്ലായിരുന്നു. ഷേർലി ചേച്ചിയുടെ മുമ്പ് എൻ്റെ ഈ പിരിവിന് പോയതിൻ്റെ വീഡിയോയിലൊക്കെ കാണാം, നെയ്ബറാണ്, ഫ്രണ്ടാണ്. ചേച്ചിയുടെ ബ്രദർ പെരുന്നാളിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോയിരുന്നു. ചേട്ടൻ്റെ 30 പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോയി ചോറ് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് മമ്മി കുറച്ച് ബിരിയാണി തന്നു വിട്ടത് ഞാനെടുത്ത് ആലനായിട്ട് വെച്ചിരുന്നു. കുറച്ച് റൈസും ചിക്കനും ഒക്കെ തന്നു വിട്ടിരുന്നു. അതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആക്കി ഞാൻ ആലന് കൊടുത്തിരുന്നു ഉച്ചയ്ക്ക്. ഞങ്ങൾ പള്ളിയിലും പോയത്. അപ്പോൾ രാത്രിത്തേക്ക് ഇവിടെ ഫുഡൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ചപ്പാത്തിയുടെ കൂടെ ചിക്കൻ കറി ആക്കി എടുക്കാം എന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ ചിക്കൻ കറി ആക്കുന്നുണ്ട്. സവാള നല്ലൊരു ഗോൾഡൻ കളറായപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, സാദാ മുളക് പൊടി ലേശം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അത് നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയല്ല, 1.5 തക്കാളി. അമ്മ എന്തിനോ എടുത്ത തക്കാളിയുടെ ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഞങ്ങളില്ലായിരുന്ന ദിവസം ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണും, തക്കാളി കറി വല്ലതും ചെയ്തിട്ട് രാത്രി കഞ്ഞി ഉണ്ടാക്കിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താണ്. ബർത്ത്ഡേക്ക് മമ്മിയുടെ അങ്ങ് പോയിരുന്നപ്പോഴേ ഞാൻ വന്നപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആളപ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നിരുന്നു. ഞങ്ങളും ഈ ഹോളി ക്രോസിൽ നിന്ന് വന്നപ്പോൾ ലേറ്റ് ആയിരുന്നല്ലോ. തക്കാളി നന്നായിട്ട് കുത്തി ഉടച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ചിക്കനും ആഡ് ചെയ്ത് കൊടുത്ത് കെറ്റിലിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ബ്ലെൻഡായി വേകാനായിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അരി വാർത്തിട്ടത് അങ്ങനെ അടച്ചിട്ടത് നമ്മുടെ ആ സിങ്കിൻ്റെ സൈഡിൽ ഞാൻ അങ്ങനെ അടപ്പ് വെച്ച് ക്ലിപ്പിട്ട് ചരിച്ചിടുകയാണ് ചെയ്തത്. അതപ്പോഴേക്ക് ആയി. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേവിച്ച ക്യാരറ്റും ആമരയും പയറും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ ഒരു 2-3 തുള്ളി ഇട്ടത്. ഫ്രൈഡ് റൈസിന് പൈനാപ്പിൾ എസൻസ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ പൈനാപ്പിൾ എസൻസും കൂടി ഇട്ടിട്ടുണ്ട്. മമ്മിയാണ് ഇതിൻ്റെ ആൾ കേട്ടോ. മമ്മി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ പൈനാപ്പിൾ എസൻസാണ് ഫ്രൈഡ് റൈസിന് എടുക്കുന്നതെന്ന്. അന്ന് തൊട്ട് ഞാനും പൈനാപ്പിൾ എസൻസ് ഇവിടെ വാങ്ങിച്ച് വെക്കുന്നത് ഫ്രൈഡ് റൈസിന് എടുക്കാനാണ്. ഇവിടെ ഞാൻ 3 എസൻസാണ് കേട്ടോ വാങ്ങിച്ച് വെക്കാറുള്ളത്. പൈനാപ്പിൾ എസൻസ്, വാനില എസൻസ്, പിന്നെ ബിരിയാണി എസൻസ്. ഈ വാനില എസൻസ് കുക്കുവിന് നമ്മുടെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കാനാണ് വാങ്ങിച്ച് വെക്കാറുള്ളത്. ബിരിയാണി എസൻസ് അറിയാമല്ലോ, എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ബിരിയാണി ആയതുകൊണ്ട് എസൻസ് വേണമല്ലോ അതും. പിന്നെ ഫ്രൈഡ് റൈസ് ചെയ്താലെടുക്കാനായിട്ട് പൈനാപ്പിളിൻ്റെ എസൻസും. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴേക്ക് അലൻ സുജീനെത്തി. ഞാൻ വന്നപ്പോഴേ അമ്മ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ കിടന്നിട്ടാണ് ഞാൻ എണീറ്റ് ഈ പരിപാടികളൊക്കെ തുടങ്ങിയത്. ആലനുള്ള ചായയൊക്കെ കൊടുത്തു, ഒരു ഏത്തപ്പഴം കൊടുത്തു. അപ്പോഴേക്ക് ചിക്കൻ കറിയും റെഡിയായി. പിന്നെ ചിക്കൻ കറി ഒരു ബൗളിലേക്ക് മാറ്റി. ഈ 2 പാത്രം ആകുമ്പോൾ ഇത് രണ്ടും അങ്ങനെ അവനിൽ വെച്ച് എനിക്ക് ഹീറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഇതിൽ തന്നെ വെച്ചേക്കുന്നത്. റൈസിൻ്റെ മേലേക്ക് കുറച്ച് ഉള്ളിയും പിന്നെ നട്ട്സും റൈസിൻസും വറുത്തതിടുവാണ്. ഇത് ഞാൻ പാത്രം കഴുകുന്നതിന് മുമ്പ് അപ്പുറത്ത് വെച്ചിരുന്നു കേട്ടോ. എനിക്ക് ക്യാമറയും റിംഗ് ലൈറ്റും ഒക്കെ ചുമ്മാ ഇളക്കി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പ്ലഗ് ചെയ്യാനുള്ള മടിക്ക് ഞാനത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നതാണ്. ഞാൻ പാത്രം കഴുകി തുടങ്ങിയപ്പോൾ സവാള മുരിയാനിട്ടിട്ടാണ് ഞാൻ കഴുകി തുടങ്ങിയത്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു. രാവിലെ ഇത്രയും സമയം എനിക്ക് കിട്ടത്തില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് മോർണിംഗ് വ്ലോഗും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഞങ്ങളിത് ബെൻസിയ ഹോസ്പിറ്റലിലേക്ക് പോവാണ് നെബുലൈസേഷൻ ചെയ്യാനായിട്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു ഹാപ്പി ന്യൂസും കൂടെ പറയാം. ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് എന്നെ ലിജി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. MP പ്രേമചന്ദ്രൻ അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവണം. തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് വിളിച്ച് എന്തായെന്നൊക്കെ ചോദിക്കാൻ. അത് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളോടും പറയാം കേട്ടോ എന്തായെന്ന്. അങ്ങനെ ഞങ്ങളിതേ ബെൻസിക ഹോസ്പിറ്റലിലേക്ക് എത്തി. തേഴ്സ്ഡേ ഈവനിങ് തൊട്ടാണ് ഞാൻ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. തേഴ്സ്ഡേ മോർണിംഗും ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് നെബുലൈസേഷൻ ചെയ്തിട്ട് പോയിരുന്നു. അപ്പോൾ നിലവിന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും ആ മാസ്ക് വെക്കാൻ സമ്മതിക്കത്തില്ല അന്ന കേട്ടോ. ആ ട്യൂബ് ഇങ്ങനെ ജസ്റ്റ് മൂക്കിന് ഫ്രണ്ടിൽ വെക്കാനേ അവൻ സമ്മതിക്കത്തുള്ളൂ. സ്വന്തം വീട് പോലെയാണ് അവിടെ കിടന്ന് കാണിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ ഫോണൊക്കെ കാണിച്ച് ആനേനെ കാണിച്ചുമൊക്കെ കുറച്ച് നേരം ഇത് പിടിക്കണം. 2 മെഡിസിൻ ഉണ്ട്, അത് രണ്ടും കൂടി ഒരുമിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ കൈ ഞാൻ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടെന്ന്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്ക് കുക്കു സാറിന് കഴിക്കാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വേണം. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് തപ്പി ആലൻ്റെ ലവ് മൊമോസ് ഒന്നും അങ്ങനെ എന്താണ്ട് ഒരു ഷോപ്പാണ് ബീച്ചിൻ്റെ അടുത്ത്. അവിടെ പോയി ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഈ 101 ദോശ വെറൈറ്റി ദോശ എന്ന് പറഞ്ഞ കടയിൽ ദോശ കഴിക്കാനായിട്ട് കയറി. ഡിന്നറിന് ഇനിയിപ്പോൾ ചെന്നിട്ട് എനിക്ക് ചപ്പാത്തിയൊന്നും ചെയ്യണ്ടല്ലോ.
അങ്ങനെ അവിടെ നിന്ന് കുറേ താമസിച്ചു കേട്ടോ ഫുഡ് വരാനായിട്ട്. ആ ഗ്യാപ്പിന് കുക്കു ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തോ ഒരു ചിക്കൻ കോക്ടെയിൽ ദോശയും പിന്നെ ഒരു പനീറിൻ്റെ സംഭവം, പിന്നെ കുക്കുവിന് പ്ലെയിൻ ഗീ റോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ അത് ഓർഡർ ചെയ്തു. പിന്നെ പിള്ളേർക്ക് തണുപ്പില്ലാത്ത 2 ജ്യൂസും എനിക്കൊരു സോഡ ലൈമും. ഏതായാലും ഡിന്നറൊക്കെ കഴിച്ചു. അമ്മേനെ വിളിച്ച് ദോശ വാങ്ങിയിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്ക് അമ്മ പറഞ്ഞു അമ്മ ദോശ ചുട്ട് തിന്നുവെന്ന്. ഇവിടെ മാവുണ്ടായിരുന്നു, അമ്മ ദോശ ചുട്ട് തന്നെ കഴിച്ചു എന്ന്. ആൻഡ് ദിസ് ഈസ് ഫ്രൈഡേ മോർണിംഗ്. രാവിലെ ഞാനൊരു 7 മണിയായപ്പോൾ എണീറ്റ് കേട്ടോ. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കും 6-6:30 എണീറ്റുകൊണ്ടിരുന്നാൽ ഞാൻ 7 മണിക്ക് എണീക്കുന്നതായിട്ട് വലിയ ടൈമിങ്ങിന് ഡിഫറൻസ് ഇല്ലല്ലോ എന്ന്. പക്ഷേ എന്നാലും അരമണിക്കൂറും കൂടി എനിക്ക് ഉറങ്ങാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ എണീക്കാനാണ് എൻ്റെ പരിപാടി. പറ്റുന്നത്രയും വൈകുന്നേരം തീർത്ത് വയ്ക്കുക. പിന്നെ കാപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞു. അമ്മ എനിക്കും അമ്മയ്ക്കും മറ്റേ കൈവച്ച് ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി, ഗോതമ്പ് പൊടി, തേങ്ങ, ഉപ്പ്, പഞ്ചസാരയൊക്കെ ചേർത്ത് ചെയ്യുന്ന ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വരാനാണ് എൻ്റെ പ്ലാൻ. എന്തായാലും ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ കാപ്പി ഇട്ട് വെച്ചിട്ട് ചിക്കൻ കറി അങ്ങനെയൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ബ്രെഡും ചിക്കൻ കറിയായിട്ട് കഴിക്കാമല്ലോ അലനും കുക്കുവിനും ഒക്കെ. അപ്പോഴേക്ക് കുക്കു സാറ് വന്നിട്ട് പറഞ്ഞു ചിക്കൻ കറിയായിട്ട് ബ്രെഡ് വേണ്ട, അവന് ടോസ്റ്റ് വേണമെന്ന്. അപ്പോൾ ടോസ്റ്റൊക്കെ ഇനി തിരിച്ച് വന്നിട്ടുണ്ടാക്കാം. അവൻ എണീറ്റതേ ഉള്ളൂ. രാവിലെ ഇപ്പോൾ പാലൊക്കെ കുടിക്കും. അപ്പോൾ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ മതിയല്ലോ. ഇന്നലെ ഞങ്ങൾ ശരിയാണ്, ഇന്നലെ മോർണിംഗ് പോയപ്പോൾ, അതായത് ഈ ഓഡിയോ ആഡ് ചെയ്യുന്നതിൻ്റെ ഇന്നലെ, അതെന്നായിട്ട് വരും മൊത്തത്തിൽ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയല്ലോ. തേഴ്സ്ഡേ ഈവനിങ് സംഭവം പെട്ടെന്ന് തീർന്നിരുന്നു. തേഴ്സ്ഡേ രാവിലെ കുറച്ച് സമയം എടുത്തു, തേഴ്സ്ഡേ ഈവനിങ് നെബുലൈസേഷൻ പെട്ടെന്ന് തീർന്നു. അപ്പം അതുപോലെ തന്നെ ഇതും പെട്ടെന്ന് തീർന്ന് തിരിച്ച് വരാം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ടോസ്റ്റ് വന്നിട്ടുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആലൻ റെഡിയാവുന്ന ടൈമിന് ഞാൻ കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കി വെച്ചു. ഫ്രൈഡ് റൈസിന് സാലഡ് ഉണ്ടാക്കണം. ഇത് ഉച്ചക്കത്തേക്കല്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. കുക്കു സാറിന് ചോറ് കൊടുത്ത് വിടണ്ടേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് കുക്കുംബറും ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് ലേശം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് അടച്ച് വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാലഡ്. കേർഡ് സാലഡ് ഉണ്ടാക്കാനായിട്ട് തൈരില്ല. അല്ലെങ്കിലും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഈ സാലഡ് നല്ല ചേർച്ചയാണ് കേർഡിനെക്കാളും. ബിരിയാണിയുടെ കൂടെ തന്നെ കേർഡ് ഉണ്ടായാലേ ഞാനും കഴിക്കും കുക്കും കഴിക്കും. ഇതിൻ്റെ കൂടെ കുഴപ്പമില്ല, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കുഴപ്പമില്ല. പിന്നെ കുക്കുവിന് ഒരു പാത്രത്തിൽ കുറച്ച് ഫ്രൈഡ് റൈസ് എടുത്ത് ചൂടാക്കി വെച്ചു. എന്നിട്ട് ഞങ്ങൾ പോകാനുള്ള പുറപ്പാടാണ്. എപ്പോൾ ഇറങ്ങിയാലും ടൊട്ടമണ്ടിയിൽ പോകണം എന്നും പറഞ്ഞ് നിലു ബഹളം തുടങ്ങും. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ പോകാം, കാറിൽ പോകാം എന്ന് വിചാരിച്ചാലും അവൻ സമ്മതിക്കത്തില്ല. ടൊട്ടമണ്ടി പോകാമെന്നും പറഞ്ഞിട്ട് അലന് വണ്ടിക്കകത്തുനിന്ന് തൊപ്പിയെടുക്കാൻ പോയതാണ്. അതുപോലും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ഇതിൽ പോയാൽ മതിയെന്നും പറഞ്ഞിട്ട്. പിന്നെ ഈ ഉറക്കെ സംസാരിക്കുമ്പോൾ ചുമയും വരുന്നതുകൊണ്ട് ഞാൻ എടുത്ത് ടൊട്ടമണ്ടിയുടെ പുറത്ത് തന്നെ ഇരുത്തി. ഇനി കുറച്ച് സമാധാനത്തിൽ ഇരിക്കട്ടെ, കിടന്ന് അലറണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇനി മരുന്നും മാസ്കും ഒക്കെ മറന്നു പോകാതിരിക്കാൻ എല്ലാം കൂടെ അവൻ്റെ ആ സ്ട്രോബെറി ബാഗിലാക്കിയിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്നു രാത്രി. അപ്പോൾ അതെടുത്ത് അവൻ്റെ തോളിലിട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ ബെൻസിഗർ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, നെബുലൈസേഷൻ രാവിലത്തത് ചെയ്യാനായിട്ട്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. രാവിലെ നല്ല രസമുണ്ട്, നല്ല തെളിഞ്ഞ ആകാശം. മഴ ഇങ്ങനെ നിന്നിട്ട് ടപേന്ന് പറഞ്ഞൊരു മഴ വരും. അതിപ്പോഴെങ്ങും വരത്തില്ല. ഞാൻ സ്കൂളിലോട്ട് ഇറങ്ങാൻ നേരം കറക്റ്റായിട്ട് മഴ വരും. അതല്ലേലും അങ്ങനെയാണല്ലോ, സ്കൂളിലോട്ട് ചെല്ലേണ്ട സമയത്തും വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്തിനും വേണ്ടി മഴ കാത്ത് നിൽക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. പിന്നിപ്പോൾ വന്നപ്പോഴേക്ക് ഇവിടെ സ്ലിപ്പ് കൊടുത്തപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു നേഴ്സ് പറഞ്ഞിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ല, മറന്നുപോയി എന്ന് തോന്നുന്നു. ചിലപ്പോൾ വല്ല കൺഫ്യൂഷനും വന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഇന്നലെ ഇങ്ങനെ വന്നിരുന്നു, ഇതിവിടെ ചെയ്ത് തന്നിരുന്നു എന്നൊക്കെ. അങ്ങനെ പിന്നെ ഇന്നത്തെ രാവിലത്തെ നെബുലൈസേഷനൊക്കെ കഴിഞ്ഞിട്ട് ബ്രെഡും പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ പപ്പടവും ഇല്ലായിരുന്നു. അത് വഴിയിൽ നിന്നൊരു കടയിൽ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. നേരെ വന്നിട്ട് ഞാൻ ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. പപ്പടത്തിനുള്ള പാത്രവും വെച്ചു. ടോസ്റ്റ് കുക്കു സാറിനാണെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് തന്നെ വേണം കേട്ടോ. ആ ബ്രെഡ് സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബ്രെഡിൻ്റെ പാക്കറ്റ് തന്നെ അവൻ പൊട്ടിച്ചത് നേരെ നടുക്കുന്ന് കുത്തിപ്പൊളിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എഗ്ഗും മിൽക്കും ഇട്ടിട്ട് ചുമ്മാ അവിടെ കറക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സമയമില്ല, മമ്മ ചെയ്തോളാമെന്നും പറഞ്ഞിട്ട് അതിന് പിണങ്ങി പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ അതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുക്കു ഇപ്പോൾ ലേറ്റ് ആയില്ലേ, ഇനി നീ അവിടെ കിണ്ടിക്കൊണ്ടിരുന്നാൽ ഇത് എപ്പോൾ തീരാനാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിണങ്ങി എന്തായാലും ആൾ പോയി. ടോസ്റ്റൊക്കെ റെഡിയായി. ഞാനപ്പോൾ അവന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇനി വീണ്ടും തുടങ്ങും. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇനി കഴിപ്പിക്കണം സോപ്പിട്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റായി. ഈ ഒരു കാര്യത്തിൻ്റെ കറക്റ്റ് ടൈമിങ്ങിനൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടത്തില്ലല്ലോ. ബെഡിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ നെബുലൈസേഷൻ കുറച്ച് താമസിക്കും. പിന്നെ അവൻ്റെ വാശി അനുസരിച്ചിരിക്കും ഇത് പെട്ടെന്ന് തീരുന്നത്.
അങ്ങനെ പെട്ടെന്ന് ടോസ്റ്റൊക്കെ ഉണ്ടാക്കി പപ്പടമൊക്കെ കാച്ചി കഴിഞ്ഞിട്ട് ഞാൻ കുക്കുസാറിന് ലഞ്ച് എടുത്ത് വെക്കുവാണ്. റൈസ് വെച്ചിട്ടുണ്ട്. സാലഡിൻ്റെ അകത്ത് പച്ചമുളക് മാറ്റിയിട്ട് കുറച്ച് പീസസ് വെച്ചു. ലാസ്റ്റ് ഒരു പീസ് വെച്ചപ്പോൾ അതിൽ നിറച്ച് പച്ചമുളകിൻ്റെ തരി ഇരിക്കുന്നു. ഇനി ഇതെങ്ങാനും എരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കഴിക്കത്തില്ല. അങ്ങനെ ആ ഒരു പീസ് എടുത്ത് മാറ്റി കുറച്ച് ചിക്കൻ കറിയും വെച്ചു. പിന്നെ സ്നാക്സിന് ക്രീം ബിസ്ക്കറ്റ്സ് ഇവിടെ ഇരുന്നത് 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു, അതും വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഈച്ചയൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈച്ചേനെ ഓടിക്കാനും സത്യത്തിൽ എനിക്ക് കിച്ചണൊന്നും ഇനി ക്ലീൻ ചെയ്യാനായിട്ട് ഒട്ടും ടൈമില്ല. പകുതിയൊക്കെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് റെഡിയായി സ്കൂളിൽ പോകണം. ഇതിനിടയിൽ ഞാൻ ഡാഡേനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് താമസിച്ചിട്ടുണ്ട് ഡാഡ, ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്ന്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയും പോകണം നെബുലൈസേഷന്. പിന്നെ നാളെ സാറ്റർഡേ നമ്മൾ തിരിച്ച് ജുമാലി ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ സാച്ചുറേഷൻ ലെവലൊക്കെ ചെക്ക് ചെയ്യും. സാച്ചുറേഷൻ ലെവൽ നോക്കാനായിട്ട് അവിടെ ചേച്ചിയുടെ അടുത്ത് നിന്ന് എക്യുപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് വിരൽ വെച്ചിട്ടേ അവൻ വിരൽ ഈ പുഴുവിനെ കാണിക്കുന്ന പോലെ ഇങ്ങനെ നുളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റീഡിങ് കറക്റ്റ് ആവത്തില്ല. ഇനി ഉറങ്ങുമ്പോൾ വല്ലതുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്ക് ഇവിടെ ഒരാൾ പകുതി ടോസ്റ്റൊക്കെ സോഫയിൽ തട്ടിയിട്ടു. പിന്നെ അതിന് വഴക്ക് പറഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ പിണക്കാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കുത്തിക്കയറ്റി കഴിച്ചു. അവൻ ബാക്കി വെച്ച ഒരു പീസ് ബ്രെഡും കഴിച്ചിട്ട് സ്കൂളിലേക്ക് ഇറങ്ങുവാണ്. മുടി കെട്ടാൻ ടൈമൊന്നുമില്ല, കയ്യിൽ ബണ്ണ് എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. നാളെ കാണാം.